ഹായ്, ഞാനിപ്പോൾ ഉള്ളത് ഹോൺബിൽ ഫെസ്റ്റിവലിൻ്റെ ആ ഗ്രൗണ്ടിലാണ്. ആക്ച്വലി ഇവിടെ ഇപ്പം പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഗാലറിയും കാര്യങ്ങളൊക്കെയാണ്. ഒത്തിരി പേരൊക്കെ ഇവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലൊക്കെയാണ്. ഞാനും വീഡിയോ ഒക്കെ എടുത്ത് കൂടുതലും കാണാനാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. വീഡിയോ ഒക്കെ കുറച്ചേ എടുത്തുള്ളൂ. കണ്ടതൊക്കെ ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം. പക്ഷേ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ വന്ന് കാണണം. നമ്മൾ കാണേണ്ടത് തന്നെയാണിത്. നമ്മുടെ നാട്ടിലിപ്പോൾ ഓണ ഫെസ്റ്റൊക്കെ നടക്കുന്ന സമയത്ത് ഓണത്തിൻ്റെയൊക്കെ പരിപാടികളൊക്കെ നമ്മുടെ കനോക്കുന്നിലൊക്കെ നടക്കുന്നത് അതുപോലെയും, അതുപോലെ തൃശ്ശൂർ പൂരത്തിന് തൃശ്ശൂർ നടക്കുന്ന പോലെയൊക്കെ നമ്മുടേതായിട്ട് തനതായിട്ടുള്ള ഒരു കൾച്ചർ. പക്ഷേ ഇതെന്ന് പറയുന്നത് ഈ നാഗാലാൻഡിലെ മൊത്തം സ്റ്റേറ്റിലെ ആൾക്കാർ, ട്രൈബുകളെല്ലാം കൂടെ ഒരുമിച്ച് കൂടി വന്ന് ഈ ഒരു സ്ഥലത്ത് നടത്തുന്ന അവരുടെ ആഹാര രീതി, അവരുടെ ഡ്രസ്സിങ്, അവരുടെ കൾച്ചറുകൾ എല്ലാം നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഹോൺബിൽ ഫെസ്റ്റ്. സത്യം പറഞ്ഞാൽ മലയാളികൾ ആണ് ഏറ്റവും കൂടുതൽ. ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ ഇവൻ്റ് വരെ ചെയ്യുന്നത് നമ്മുടെ മലയാളികളായിരിക്കും. അത്രത്തോളം മലയാളികളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ ഹോൺബിൽ ഫെസ്റ്റ് കാണണം. കൂടാതെ യാത്ര ചെയ്യണമെന്നൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഇപ്പോൾ മലയാളികളിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാണാതെ പോകരുത്.